ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ കഥ കേട്ടാലോ? കഥയുടെ പേരാണ് ദൈവം അയച്ച മാലാഖ. എങ്കിൽ വേഗം നമുക്ക് കഥ കേൾക്കാം. ഒരു കൊടും തണുപ്പുള്ള വൈകുന്നേരം നഗരത്തിലെ തിരക്കേറിയ വീഥികളിലൂടെ ആളുകൾ കമ്പിളി വസ്ത്രങ്ങൾ പുതച്ച് വേഗത്തിൽ നടന്നു നീങ്ങുകയായിരുന്നു. ആ തെരുവിൻ്റെ ഒരു മൂലയിൽ പ്രശസ്തമായ ഒരു വലിയ ചെരുപ്പ് കടയുടെ ചില്ലുവാതിലിന് മുന്നിൽ 10 വയസ്സുകാരനായ ഒരു ബാലൻ നിൽപ്പുണ്ടായിരുന്നു. അവൻ തണുപ്പിനെ പ്രതിരോധിക്കാൻ തൻ്റെ കൈകൾ മാറി മാറി ഉരസുന്നുണ്ടായിരുന്നു. അവൻ്റെ നഗ്നമായ പാദങ്ങൾ മഞ്ഞുകട്ട പോലെ തണുത്തു വിറയ്ക്കുന്നു. ഓരോ തവണയും കാൽ നിലത്തമർത്തുമ്പോൾ വേദന കൊണ്ട് അവൻ പുളഞ്ഞു. എന്നാൽ അവൻ്റെ കണ്ണുകൾ ആ ചില്ലുകൂടിനുള്ളിലെ ഭംഗിയുള്ള ഷൂസുകളിലായിരുന്നു. പലരും അവനെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ആരും ആ കൊച്ചുബാലന്റെ വേദന കണ്ടില്ല. നാം പലപ്പോഴും ദൈവത്തെ തിരയുന്നത് ആകാശത്തിലാണ്. ആകാശത്തിനപ്പുറം എവിടെയോ ഇരുന്ന് ദൈവം നമ്മെ നോക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഭൂമിയിൽ തൻ്റെ മക്കളുടെ വേദന കാണാൻ ദൈവം ചിലരെ നിയോഗിക്കാറുണ്ട്. അപ്പോഴാണ് മനോഹരമായ ഒരു വസ്ത്രം ധരിച്ച ഒരു പ്രായമായ സ്ത്രീ ആ കടയിലേക്ക് വന്നത്. തണുത്തു വിറച്ചു നിൽക്കുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവർ അവൻ്റെ അരികിലെത്തി വളരെ വാത്സല്യത്തോടെ ചോദിച്ചു, മോനെ, നീ എന്താണ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആരെങ്കിലും വരുമോ നിന്റെ? ആ കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഇല്ല അമ്മേ, എനിക്ക് വേണ്ടി ആരും വരില്ല. ഞാൻ ദൈവത്തോട് എനിക്കൊരു ജോഡി ചെരുപ്പ് തരുമോ എന്ന് ചോദിക്കുകയായിരുന്നു. എൻ്റെ കാലുകൾ ഒരുപാട് വേദനിക്കുന്നു. ആ സ്ത്രീയുടെ ഹൃദയം അലിഞ്ഞു. അവർ ഉടനെ അവൻ്റെ കൈ പിടിച്ചു. വരൂ മോനെ, നമുക്കുള്ളിലോട്ട് പോകാം. ആ വലിയ കടയ്ക്കുള്ളിലെ ചൂടിലേക്ക് അവർ അവനെ കൂട്ടി. കടയിലെ ജീവനക്കാരിയോട് അവർ കുറച്ച് ചൂടുവെള്ളവും ഒരു തോർത്തും ആവശ്യപ്പെട്ടു. കടയുടെ ഒരു മൂലയിൽ അവനെ ഇരുത്തി. ആ സ്ത്രീ മുട്ടുകുത്തിയിരുന്നു. തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് ആ ബാലന്റെ ചെളി പുരണ്ടതും തണുത്തു മരവിച്ചതുമായ പാദങ്ങൾ അവർ ആ ചൂടുവെള്ളത്തിൽ കഴുകി. എന്നിട്ട് തോർത്തുകൊണ്ട് മെല്ലെ തുടച്ച് വൃത്തിയാക്കി. അവർ ആ കടക്കാരിയോട് പറഞ്ഞു, ഈ കടയിലെ ഏറ്റവും നല്ല സോക്സും ഒരു പുതിയ ഷൂവും കൊണ്ടുവരിക. അവർ അത് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് അവനെ ഇടിയിച്ചു കൊടുത്തു. കടക്കാരന് പണം നൽകിയ ശേഷം അവർ അവന് കഴിക്കാൻ ചില പലഹാരങ്ങൾ വാങ്ങി നൽകി. പുതിയ ഷൂസിന്റെ ചൂടും ആ അമ്മയുടെ സ്നേഹവും അനുഭവിച്ചപ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിൽ വലിയൊരു തിളക്കം വന്നു. അവർ ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആ ബാലൻ ഓടിച്ചെന്ന് ആ സ്ത്രീയുടെ സാരിത്തുമ്പിൽ പിടിച്ചു. അവൻ വലിയ ആദരവോടെയും അതിലേറെ സംശയത്തോടെയും അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മയ്ക്ക് ദേഷ്യം വരുമോ? അമ്മേ, അമ്മ ദൈവത്തിൻ്റെ ഭാര്യയാണോ? ആ ചോദ്യം കേട്ട് ആ സ്ത്രീ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അവനെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മോനെ, ഞാൻ ദൈവത്തിൻ്റെ വെറുമൊരു മകൾ മാത്രമാണ്. അപ്പോൾ ആ ബാലൻ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അല്ലെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന ഇത്രയും വേഗം അമ്മയെ അറിയിക്കില്ലായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ചെറിയ സഹായത്തിലൂടെയാണ് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. കൂട്ടുകാരെ, ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്കും ഇതുപോലെ ദൈവത്തിൻ്റെ മക്കളായി തീരണ്ടേ? അതിനായി നമ്മളും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കണം. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് വീണ്ടും അടുത്ത കഥയുമായി കാണാം.